ഒരിക്കൽ ഒരു ചുറ്റികൽ ആണി അടിക്കാൻ ചെന്നപ്പോൾ ആണി തിരിച്ച് ചുറ്റികലിനോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളെ കേട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ വേദനിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ചുറ്റികൽ തിരിച്ച് ചിരിച്ചുകൊണ്ട് ആണിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇട്ട് ഇങ്ങനെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കും. ഇത് കാരണം ആർക്കും ഒരു പ്രയോജനവുമില്ല, നിങ്ങൾക്ക് ആരും മര്യാദയും തരത്തില്ല. ഞാൻ നിങ്ങളെ ഇടിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് ശക്തമായി നിൽക്കുന്നില്ലേ? അങ്ങനെ നിൽക്കുന്നത് കാരണം പലരും അത് കാണുന്നുണ്ട്, അവരുടെ ഉപകരണങ്ങൾ വയ്ക്കാനായി നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നില്ലേ എന്ന് തിരിച്ച് ചുറ്റികൽ പറഞ്ഞതിനെ ആണി കേട്ടപ്പോൾ ആണിക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ആണി തിരിച്ച് ചുറ്റികലിനോട് ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ എല്ലാവരെയായിട്ട് ഇടിക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ ചുറ്റികൽ പറഞ്ഞു, അതെ, എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നുണ്ട്, പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്നല്ലേ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേരെ ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാൻ വന്ന് സഹായിക്കുന്നില്ലേ? നിങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരമായി ഞാൻ മാറ്റുന്നില്ലേ? അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ചുറ്റികൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം, നമ്മൾക്ക് ചില സമയം വേദന തരുന്നുണ്ടാവാം. പക്ഷെ നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ വേദനകൾ ഇന്ന് നമ്മൾക്ക് നിമിർന്ന് നിൽക്കാൻ, ഒരു സ്ഥലത്ത് ശക്തമായി നിൽക്കാൻ കാരണമായി മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.